ഹായ് എവ്രി വൺ, വെൽക്കം ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺ ടൈമിൽ തന്നെ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ ടാക്സ് പ്ലാനിങ്ങും വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ITR എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത്, എത്ര ടൈപ്പ് ITR ആണുള്ളത്, എങ്ങനെ നമുക്ക് ഫയൽ ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So let's begin today's video. ആദ്യം നമുക്ക് എന്താണ് ITR എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ITRന്റെ ഫുൾ ഫോം എന്താണ്? ഇൻകം ടാക്സ് റിട്ടേൺ എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ വരുമാനത്തിന് മുകളിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ വരുമാനം നമുക്ക് പല സോഴ്സിൽ നിന്ന് നമുക്ക് വരാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് സാലറി നമുക്ക് ഇൻകം കിട്ടാം, ബിസിനസ്സിൽ നമുക്ക് കിട്ടാം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെ പലതും. സോ ITR വഴി നമ്മൾ ഗവൺമെന്റിലേക്ക് ഇൻഫോം ചെയ്യാണ്. അതായത് ഗവൺമെന്റ് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഞാൻ ഇത്ര പണം സമ്പാദിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര ടാക്സ് അടച്ചിട്ടുണ്ട്, ഇനി ഞാൻ എത്ര ടാക്സും കൂടി അങ്ങോട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് എത്ര റീഫണ്ട് കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മൾ ITRൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഓൾഡ് ടാക്സ് റെജിമിൽ ഈ ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫൈനാൻഷ്യൽ 2023-24 വരുന്നത് ഇങ്ങനെയാണ്. 60 വയസ്സിന് താഴെയാണെങ്കിൽ 2.5 ലക്ഷം രൂപ, 60 വയസ്സിന് മുകളിലാണ് 80 വയസ്സിന് താഴെയാണെങ്കിൽ 3 ലക്ഷം രൂപ, 80 വയസ്സിന് മുകളിലാണെങ്കിൽ 5 ലക്ഷം രൂപ. ഇനി ന്യൂ ടാക്സ് റെജിമിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് എല്ലാ ടാക്സ് പേയേഴ്സിനും 3 ലക്ഷം രൂപയാണ്. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ 50 ലക്ഷത്തിലധികം ബാങ്ക് ഡെപ്പോസിറ്റ്, 10 ലക്ഷത്തിലധികം പ്രൊഫഷണൽ ഇൻകം, 1 ലക്ഷത്തിലധികം ഇലക്ട്രിസിറ്റി ബിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകത്തിന് മുകളിൽ TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർക്കണം, 31 ജൂലൈക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ITR ഫയൽ ചെയ്യണം. ഇപ്പോൾ ഡെഡ് ലൈൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 31 ജൂലൈക്ക് മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലേറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ 31 ഡിസംബറിന് മുമ്പായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ പെനാൽറ്റി വരുന്നത് ഇങ്ങനെയാണ്. അതായത് 31 ജൂലൈക്ക് മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്താൽ പെനാൽറ്റി വരുന്നതല്ല. എന്നാൽ 1 ഓഗസ്റ്റിനും 31 ഡിസംബറിനും ഇടയ്ക്ക് റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ 5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനെങ്കിൽ 1000 രൂപ പെനാൽറ്റിയും, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000 രൂപയായിരിക്കും പെനാൽറ്റി. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ITR എന്നും എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? പക്ഷേ ഏത് ITR ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് അത് നമുക്കിനി നോക്കാം. അപ്പോൾ നമുക്ക് 7 ITR ഫോമുകളാണുള്ളത്. ലാസ്റ്റ് 3 ഫോമുകൾ കമ്പനിക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻഡിവിജ്വൽസിന് വേണ്ട 4 ITR ഫോംസ് ആവും നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഫോം ITR 1. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെ ടോട്ടൽ ഇൻകം ഉള്ള റെസിഡന്റ് ഇൻഡിവിജ്വൽസിനായിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഇൻകം ഇനി പറയുന്ന സോഴ്സിൽ നിന്നായിരിക്കണം. സാലറി അല്ലെങ്കിൽ പെൻഷൻ, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5000 റുപ്പീസ്. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് ഇൻകം, പ്രൊഫഷണൽ ഇൻകം, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ITR ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്ത് ITR 2. ITR 2 ഫയൽ ചെയ്യേണ്ട ഇൻഡിവിജ്വൽസിന്റെ ഇൻകം സോഴ്സ് സാലറി അല്ലെങ്കിൽ പെൻഷൻ, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, ഫോറിൻ ഇൻകം, അതർ സോഴ്സ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഒക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 2 ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ 50 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ഈ ഒരു ഫോം ഉപയോഗിക്കാം. സോ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അവർക്കുള്ളതാണ് ITR 3. അപ്പോൾ നിങ്ങളുടെ ഇൻകം സോഴ്സ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, സാലറി അല്ലെങ്കിൽ പെൻഷൻ, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ITR 3 ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ITR ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് നിന്ന് പണം ഏൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ ഏത് ITR ആയിരിക്കും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്? ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. ഇനി നമുക്ക് അടുത്ത ITR ഫോം നോക്കാം. അതാണ് ITR 4. ഇപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം 1 ഹൗസ് പ്രോപ്പർട്ടി, സാലറി ഓർ പെൻഷൻ ഇൻകം, അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ITR 4 നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോം ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ഫൈനാൻഷ്യലിലെ ടോട്ടൽ ഇൻകം 50 ലക്ഷം എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കൂടാതെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. എങ്ങനെ നമുക്ക് ITR ഫയൽ ചെയ്യാം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന 2 ITR ഫോമുകൾ എങ്ങനെ ഫയൽ ചെയ്യണമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ITR 2 അതുപോലെ ITR 3. അപ്പോൾ ആദ്യം നമുക്ക് ITR 2 തുടങ്ങാം. അപ്പോൾ എങ്ങനെ ഫയൽ ചെയ്യുമെന്ന് നോക്കുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻകം ഉണ്ടെങ്കിൽ എംപ്ലോയർ നൽകുന്ന ഫോം 16 വേണം. അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കുറച്ച് ടാക്സ് നിങ്ങൾക്ക് TDS ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഡക്ടർ ഇഷ്യൂ ചെയ്യുന്ന TDS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോം 16A വേണം. ഇനി നിങ്ങൾ റെന്റിനാണ് താമസിക്കുന്നതെങ്കിൽ HRA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെന്റ് റെസിപ്റ്റ്സ് വേണം. കൂടാതെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസിന്റെ സമ്മറി വേണം നിങ്ങൾക്ക്.
സാലറിയിലെ TDS അല്ലെങ്കിൽ ബാക്കി TDS വെരിഫൈ ചെയ്യാനായിട്ട് ഫോം 26AS വേണം. അപ്പോൾ ഈ ഫയലിംഗ് പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഫോം 26AS ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര ടാക്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പോൾ ഇതൊരു ഫൈനാൻഷ്യലിലെ എല്ലാ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ ITRൽ നിങ്ങളുടെ എല്ലാ ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് ഇത് ഉറപ്പ് വരുത്തും. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ എക്സ്പെൻസിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി നമുക്ക് എങ്ങനെയാണ് ITR2 ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ITRനും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സെക്ഷൻ മാത്രമേ ഇനി മാറ്റം വരുള്ളൂ. അപ്പോൾ ITR2 ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഫയലിംഗ് വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് നിങ്ങളുടെ യൂസർ ID അതുപോലെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. ഇനി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് എടുക്കുക. അപ്പോൾ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യുക, മോഡ് ഓഫ് ഫയലിംഗ് ഓൺലൈൻ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക, ഇൻഡിവിജ്വൽ, HUF ഫോർ അതർ എന്നുള്ളത്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ITR2 ചൂസ് ചെയ്യുക, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ നിന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷൻസിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോം 26AS അതുപോലെ AIS വെച്ച് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ സമ്മറി ഡിസ്പ്ലേ ആവും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ പ്രകാരം ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ പേ നൗ അല്ലെങ്കിൽ പേ ലേറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതായിട്ട് വരും. ഇനി ടാക്സ് ലയബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാവും. നിങ്ങൾ പ്രിവ്യൂയിലേക്ക് പോകുന്നതാവും. അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ പേജ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങളുടെ റിട്ടേൺ റിവ്യൂ ചെയ്തിട്ട് പ്രൊസീഡ് ടു വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലിഡേഷന് ശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ താല്പര്യപ്പെടുന്ന പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഈ വെരിഫൈ പേജിൽ നിങ്ങളുടെ റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ ITR ഫയലിംഗ് സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർക്കണം, നിങ്ങളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ ഇൻവാലിഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ITR3 ഫയൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ITR2 ഫയലിങ്ങിന് നമ്മൾ പറഞ്ഞ ബേസിക് സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ, അത് സെയിം തന്നെയാണ്. അപ്പോൾ സെക്ഷൻസ് മാത്രമേ ഇവിടെ മാറ്റം വരുത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ITRനായിട്ട് നമുക്ക് ഫോം 16, ഫോം 16A, ഫോം 26AS, AIS, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽ, കൂടാതെ ഫോം 3CB/CDയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സെക്ഷൻ 44AB കീഴിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തവർക്കായിട്ടുള്ള ഫോമാണിത്. അപ്പോൾ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ITRും ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചായിരുന്നില്ലേ, ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് നിന്ന് പണം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ITR ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ ITR3 ആണ്. ഇപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ഇൻകം, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ITR3 ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. സോ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ITR ഫയൽ ചെയ്യുക, പെനാൽറ്റി നിങ്ങൾ ഒഴിവാക്കുക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.